ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബർഗർ ഉണ്ടാക്കാൻ പോവാണ്. അത്ര പെർഫെക്ഷനായിട്ടില്ല, എന്നാലും മക്കൾക്ക് ഇത് ധാരാളമാണ്. അപ്പോൾ ഞാൻ ചിക്കൻ വാങ്ങിയപ്പോൾ കുറച്ച് എല്ലില്ലാത്ത പീസ് മാറ്റി വെച്ചിരുന്നു. പിന്നെ ഇത് നമ്മൾ സാധാ ബണ്ണാണ് കേട്ടോ, അല്ലാതെ ബർഗർ ബണ്ണൊന്നും ഞാൻ വാങ്ങിയില്ല, ഇവിടെ കിട്ടാനുമില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ആദ്യം പാറ്റീസ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ബ്രെഡ് 4 അരിയും കളഞ്ഞിട്ട് പൊടിച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഈ ബോൺലെസ് ചിക്കൻ പീസസ് ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഇട്ടു കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമ്മൾ ബ്രെഡിൻ്റെ അരി ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ ഞാൻ ഉപയോഗിച്ചില്ലാന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് മുളക് പൊടി, പിന്നെ ഉപ്പ്, പിന്നെ ഒരു മുട്ട അത് ആക്കിയിട്ട് നല്ലതുപോലെ അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കുക. ഓക്കെ, എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക, നല്ലതുപോലെ വട്ടത്തിൽ ഒരു കട്ട്ലറ്റിൻ്റെ ഒരു പാറ്റീസിൻ്റെ ഷേപ്പിലേക്ക് ആക്കുക. പിന്നെ ഇത് നമ്മൾക്ക് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ടയുടെയും പിന്നെ മൈദയും കോൺഫ്ലോറിൻ്റെ മിക്സും പിന്നെ ബ്രെഡ് ക്രംസും വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഓരോ പാറ്റീസ് ആദ്യം നമ്മളെ മുട്ട പൊട്ടിച്ചതിലേക്ക് ആക്കുക. എന്നിട്ട് ഈ ഫ്ലോറിൻ്റെ മൈദേൻ്റെയും കോൺഫ്ലോറിൻ്റെയും മിക്സിലേക്ക് ഇടുക. എന്നിട്ട് നേരെ ബ്രെഡ് ക്രംസിലേക്ക് ഇടുക. എന്നിട്ട് അങ്ങനെ അത് മൂന്നും അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് നല്ലതുപോലെ ഒന്ന് മുക്കി പൊരിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഡീപ് ഫ്രൈ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം എണ്ണ നമുക്ക് അടുപ്പത്ത് ചൂടാക്കാൻ വേണ്ടി വെക്കാം. എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ 3 എണ്ണവും ഒന്ന് ഈ റെഡിയാക്കി വെക്കട്ടെ. അങ്ങനെ ഞാൻ 3 എണ്ണം ചെയ്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് 3 പ്രാവശ്യം കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ കടായൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് തന്നെ 3 ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ 3 പൊരിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ഞാൻ പിന്നെ ടേസ്റ്റ് നോക്കാനും പിന്നെ അത് ഉള്ളിൽ ഇങ്ങനെ വേവണമെന്ന് അറിയാൻ വേണ്ടിയിട്ടും ആദ്യം ഉണ്ടാക്കിയത് ഞാനങ്ങ് മുറിച്ച് നോക്കി കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം അറിയോ, ബാക്കിയുള്ള 2 ഉണ്ടാക്കി വെച്ചു. ഒന്ന് ഇതാ ഫസ്റ്റ് ഉണ്ടാക്കി ഞാൻ മുറിച്ച് നോക്കിയെന്ന് പറഞ്ഞില്ല, അത് ഇതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇത് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പോകണതിന് മുന്നേ തന്നെ നമ്മളെ ബണ്ണിൽ ഒന്ന് ബട്ടറിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം മാത്രം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ആദ്യം തന്നെ. 2 ഭാഗവും മുറിച്ചെടുക്കണം. അപ്പോൾ കത്തി ഒന്ന് ചൂടാക്കി ഒന്ന് മുറിക്കുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് ഇതെന്ത് ചെയ്യും, ഒന്ന് മുറിഞ്ഞ് കിട്ടും. അങ്ങനെ 2ഉം ടോസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉണ്ടാക്കി വെച്ച പാറ്റീസില്ലേ, ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചുകൂടി ബട്ടർ ഇട്ടിട്ട് ഈ പാനിലേക്ക് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ചീസ് ഉണ്ടല്ലോ, ഏതാ നിങ്ങളെല്ലാം ചീസ് ഉള്ള വെച്ചാൽ, എൻ്റെ അടുത്ത് നോർമൽ ചീസിൻ്റെ സ്ലൈസാണുള്ളത്. അതതിൻ്റെ മേലേക്ക് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യുമ്പോൾ അത് നല്ലതുപോലെ മെൽറ്റായി കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക, വീണ് പോവാതിരിക്കാൻ ഈസിയാണ്. അപ്പോൾ ഞാനങ്ങനെ പാറ്റീസ് വെച്ചു, 2 പാറ്റീസ് വെച്ചു. അപ്പോൾ എന്നിട്ട് അതിൻ്റെ മേലെ ചീസിൻ്റെ സ്ലൈസ് വെക്കുകയാണ്. അമൂലിൻ്റെ ചീസ് സ്ലൈസാണ് ഞാൻ ഉപയോഗിച്ചത്. അത് ഫ്രീസറിൽ നിന്ന് എടുത്തായതുകൊണ്ട് പൊട്ടിപ്പോയതാണ്, ഒരൊറ്റ ഷീറ്റായിട്ട് അങ്ങനെ കിട്ടിയില്ല. അങ്ങനെ 2ൻ്റെ മേലെ ഞാൻ സ്ലൈസസ് വെച്ചു. ഇനി ഒന്ന് കവർ ചെയ്തു. ഇനി അതൊന്ന് മെൽറ്റായി അതിൻ്റെ കൂടെ ഒന്ന് ഒട്ടി കിട്ടട്ടെ, നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ അത് പാറ്റീസ് റെഡി ആയി കേട്ടോ. നമുക്ക് ഇതിൻ്റെ മേലെ ബണ്ണിൻ്റെ മേലെ 2 സൈഡിലും ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ തേച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള, അതൊക്കെ പിന്നെ വെറുതെയാണ്, കുട്ടികൾ കഴിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. ഒരു ടൊമാറ്റോ പീസ് വെച്ചു. പിന്നെ ലെറ്റ്യൂസ് കിട്ടിയില്ല കേട്ടോ, ഞാൻ കുറേ തപ്പി നോക്കി, പക്ഷേ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ റെഡിയായ പാറ്റീസ് അതിൻ്റെ മേലേക്ക് വെക്കുകയാണ്, ബണ്ണിൻ്റെ മേലേക്ക്. എന്നിട്ട് മറ്റേ ഭാഗം കൂടി വെച്ചാൽ നമ്മളെ ബർഗർ റെഡിയായി. ഞാൻ മയോണൈസ് ഉണ്ടാക്കണം വെച്ചത്, പക്ഷേ അപ്പോൾ ഇതിന് നേരം കഴിഞ്ഞു പോയി, മക്കളെത്താനായി. അപ്പോൾ ഏകദേശം ഞാൻ ഇങ്ങനെ തന്നെ വെച്ച് കൊടുത്തു കേട്ടോ. പക്ഷെ മക്കൾക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു, അവർ നല്ലപോലെ കഴിക്കണുണ്ട്. അപ്പോൾ തന്നെ നല്ല സന്തോഷം. ഏതായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കൊണ്ട്, പക്ഷെ കുറച്ച് സമയം വേണ്ട സംഭവമാണ്, കുറച്ച് ചെയ്യാനുണ്ട്. ഏതായാലും നിങ്ങളെ സമയം കിട്ടുമ്പോൾ ഫ്രീ പോലെ ചെയ്ത് നോക്കും.